Good morning, everyone. Welcome to my channel again. I just woke up, and special shout out to my friend Andy who reached out to me. And he complained that my last video was in a different language and he couldn't understand a thing. So in future videos, I'm gonna be posting content mixed with English and Malayalam. So the series of videos that I'm posting now are meant for the audience in my home state. So hence I started off the video with Malayalam. സോ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പരാതി പരിഗണിച്ച് ഞാൻ ഇനി മുതലുള്ള വീഡിയോകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം, ഞാൻ ഉറക്കം എഴുന്നേറ്റു, ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലുണ്ട്, അവർ വരരുതെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ഒരാളോട് മിണ്ടിയാലല്ലേ ഉള്ളൂ പ്രശ്നം. നമ്മൾ ഫോൺ കുത്തിയിട്ടിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവർ പറയേണ്ടത് പറഞ്ഞോട്ടെ. അവർക്ക് നമ്മളുടെ നേരെ ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. നമ്മളൊരു ക്രിമിനൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മുടെ മേളിലൊരു ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. സോ അതിൻ്റെ എന്താണ് ലീഗൽ സൈഡിന് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഒരു സാമാന്യ ഒരു ചിന്താഗതിയിൽ നിന്ന് ചിന്തിച്ച് പറഞ്ഞതാണ് ഞാൻ ഇത്രയും കാര്യം. സോ എന്താണ് ഞാൻ ഫോൺ കുത്തിയിടാൻ പോവാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക് എന്താണെന്ന് നമുക്ക് അല്പനേരത്തിനുള്ളിൽ കാണാം. ഹലോ അഗൈൻ. അപ്പോൾ ഞാനിതാ തിരിച്ചെത്തി. നമ്മുടെ ഹോട്ട് ടോപ്പിക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ സമയമായി. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ പറയാണ്, മറ്റ് രാജ്യങ്ങളിലെ പോലീസ് ഓഫീസേഴ്സ് അവരുടെ യൂണിഫോമിൻ്റെ കൂടെ തന്നെ ഒരു റെക്കോർഡിംഗ് ഡിവൈസ്, ഒരു വീഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് അവരുടെ യൂണിഫോമിൽ അറ്റാച്ച്ഡ് ആണ്. എന്ന് വെച്ചാൽ അവരുടെ ഡെയിലി റിപ്പോർട്ടിനകത്ത് ഈ വീഡിയോ അവർ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു കേസോ അല്ലെങ്കിൽ ഒരു പോലീസ് എൻകൗണ്ടറോ അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ആണ് അവർ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ പോലീസുകാർ പറയുന്നത് മാത്രം കോടതി മൊത്തമായി വിശ്വസിക്കുന്നു? അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ്, എവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയാലും, ഹോസ്പിറ്റലിലായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും പബ്ലിക് സ്ഥലങ്ങളിലെ പോലീസ് ആയിക്കോട്ടെ, ഇവരാരായാലും, ഇനിയിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റികളായാലും ഇത് ധരിക്കണം. അപ്പോൾ ഇത് ധരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ പറയുന്നതിൽ മാത്രം നമ്മൾ വിശ്വസിക്കേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം പോലീസുകാരായാലും പട്ടാളമായാലും അവരുടെയും വാക്കും പഴയ തോർത്തിൻ്റെ അതേ വിലയേ ഉള്ളൂ. സോ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൂഫ് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്നറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് അവരുടെ യൂണിഫോമിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പോലീസുകാർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ കേരളത്തിലെ സെക്യൂരിറ്റി ഓഫീസേഴ്സ്, കേരളത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇങ്ങനൊരു റെക്കോർഡിംഗ് ഡിവൈസ് അവരുടെ യൂണിഫോമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? അത് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഇനി നമുക്കൊക്കെ സംസാരിക്കാം. കാരണം വഴിയിൽ വെച്ച് നിങ്ങളുടെ വണ്ടി ഒരു പോലീസുകാരൻ നിർത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചെക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു റാൻഡം നടന്നു പോകുന്ന വഴിക്ക് നിങ്ങളുടെ ബോഡി ചെക്ക് ചെയ്യാനോ അവർക്ക് പെർമിഷൻ ഉണ്ട്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ വാക്കിലെ മാത്രം റിലൈ ചെയ്യാതെ എവിഡൻസിനെയും കൂടെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ റിലൈ ചെയ്യുവാണ്. അപ്പം ഈ ഒരു സമ്പ്രദായം ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാ രീതിയിലും സപ്പോർട്ടുമായിട്ട് ഇതിൽ ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ ഷെയർ ചെയ്തും മാക്സിമം നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. ഓൾ റൈറ്റ്. കൊല്ലത്തിൻ്റെ സ്വന്തം ചാർലിയുമായി വീണ്ടും അടുത്തൊരു ദിവസം വീണ്ടും കാണാം. So, in conclusion, what I'm trying to say is the police system should not just rely on the words of officers as evidence, and instead, all officers, irrespective of police
railway police or even like normal security officers should have a recording device like a small GoPro. Not necessarily a GoPro, but a cheaper version of it, and it should be made standard for the entire policing force of Kerala. And I believe that it would raise the standards of our police to that of international police systems like in England and America. So at the end of the day, we need a proper judicial system, and these cameras will provide crucial evidence where a witnessing police officer would already be collecting evidence as video footage, which can be used for determining if a person is guilty or not. So let me know what you think about this, and I'll be back with you with another hot topic to discuss. Until then, see you next time.